എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് നോമ്പിനധികം സമയമൊന്നും കളയാതെ വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അതായത് നമുക്കിതിലേക്ക് മാവ് കുഴയ്ക്കോ പരത്തേണ്ട ഒന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ മുട്ട വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫില്ലിംഗ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കി വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചവയൊന്ന് മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഇതൊരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞിട്ടെടുത്താണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു സവാള പെട്ടെന്ന് തന്നെ അങ്ങ് വഴണ്ടി വന്നോളും. അപ്പോൾ സവാളയും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ സവാള ഇതുപോലെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 3 പച്ചമുളക് അരിഞ്ഞിട്ടെടുത്താണ്. പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ് ചെറിയതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. ക്യാരറ്റ് നമ്മൾ വേവിച്ചിട്ടെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേണം വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്ത ഈ ഒരു ക്യാരറ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പോളം ഗ്രീൻ പീസ് വേവിച്ചെടുത്താണ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ഞാൻ വേവിച്ചെടുത്താണ് കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി നമ്മൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും വെന്തതായതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊരു 3-4 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണിത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട പൊടിക്ക് ചാറ്റ് മസാലയാണ്. ഇതുപോലെ ഇതൊരു 2 ടീസ്പൂൺ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് നൽകുന്ന ഈ ഒരു ചാറ്റ് മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ചാറ്റ് മസാല നമ്മുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയോ മീറ്റ് മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു ചാറ്റ് മസാല തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ആ ഒരു പൊടിയുടെ ഒരു പച്ച ചവയൊന്ന് മാറാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ല പോലെ തന്നെ ഇളക്കി പൊടികളുടെ ഒരു പച്ച ചവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു മീഡിയം വലിപ്പമുള്ള ഒരു 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി അതൊന്ന് ഉടച്ചെടുത്താണിത്. ഒരു മീഡിയം വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്ത ഈ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണേ. ആ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കി അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്കൊരു 1.25 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല നമ്മൾ ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, ആദ്യമേ ചേർക്കണ്ട. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ്. ബ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ചില ബ്രെഡൊക്കെ നമ്മൾ എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമ്മൾ എടുക്കാതിരിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ നമ്മൾ ഇതിലേക്ക് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി ഈ ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതുപോലൊരു റൗണ്ട് പാത്രം എടുക്കുക. അറ്റം കുറച്ച് ഷാർപ്പായിട്ടുള്ള ഇതുപോലൊരു പാത്രം എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ബ്രെഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ ഒരു ബ്രെഡ് വേസ്റ്റായി പോകുന്നൊന്നും പേടിക്കണ്ട.
ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു ബ്രെഡ് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒരുപാടങ്ങ് ഫൈനായിട്ട് പൊടിക്കാതെ ചെറിയ തരിതരികളായിട്ട് കിടക്കുന്ന രീതിയിലൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ ഒരു ബ്രെഡ് വേസ്റ്റ് ആവത്തില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ബ്രെഡ് ക്രംസിന് പകരമായിട്ട് നമുക്ക് ഒരു ബ്രെഡിൻ്റെ ഒരു പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഓരോ ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ ബ്രെഡ് ഒന്ന് റൗണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ഫില്ലിങ് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നമുക്ക് വെച്ച് കൊടുക്കാം. ആ ഒരറ്റം ഫുള്ളായി കവറാവുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കരുത്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ പതിയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ മുട്ട പുഴുങ്ങിയതാണ്. ഒരു മുട്ട എടുത്തിട്ട് ഒരു 4 ആയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കനം കുറഞ്ഞ് അധികം കട്ടിയില്ലാതെ വേണം നമ്മൾ മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്ത് ഈ ഒരു മുട്ടയും കൊണ്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാടങ്ങ് ലൂസായി പോവാതെ ചെറിയൊരു കട്ടിക്ക് ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്ത വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിന് സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു മിക്സ് ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മൈദയുടെ ഒരു മിക്സ് ആ ഒരു സൈഡെല്ലാം നല്ലപോലെ തന്നെ നാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ ഇതിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. പതിയെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡെല്ലാം നല്ലപോലെ തന്നെ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ഒരു ബ്രെഡെല്ലാം റൗണ്ടാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. ആ ഒരു അറ്റത്തുനിന്ന് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട നമുക്ക് വെച്ച് കൊടുക്കാം. കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്ത ഒരു മുട്ടയാണ്. മറ്റൊരു ബ്രെഡിൽ ഇതുപോലെ മൈദയുടെ ഒരു മാവൊന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഒരു ബ്രെഡിലെല്ലാം തന്നെ ഒരു ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മളൊരു മുട്ടയും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൂറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു മുട്ടയും നല്ലപോലെ തന്നെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഓരോ ബ്രെഡ് ഇതുപോലെ എടുത്തിട്ട് ആദ്യം നമുക്ക് ഒരു മുട്ടയിൽ നല്ലപോലെ തന്നെ ഒന്ന് മുക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ ഒരു ബ്രെഡ് ക്രംസ് ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്നും നമുക്കൊന്ന് ചെയ്തിട്ടെടുക്കാം. എല്ലാം തന്നെ ഒരു മുട്ടയിൽ മുക്കിയ ഒരു ബ്രെഡ് ക്രംസ് ആക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഓയിലിനകത്തോട്ടിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. നമ്മൾ ഇതുപോലെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് പൊരിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇത് ഓയിൽ കുടിക്കത്തില്ല. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 10 മിനിറ്റിൽ നമ്മൾ കൂടുതലൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വെക്കാവുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മളിത് ഓരോന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരുപാടങ്ങ് തീ കുറയ്ക്കേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് മാത്രം കുറച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് എടുക്കാനാണ്. ഒരുപാടങ്ങ് തീ കൂടിയും പോകരുത് കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് ഒരുപാട് തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞും പോവും. ഉള്ളിലെ ഒരു ഫില്ലിംഗ് ഒന്നും വേവേണ്ട ആവശ്യമില്ല. നമ്മളിത് നേരത്തെ വേവിച്ചെടുത്താണ്. പുറമേ നന്നായിട്ട് നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു എഗ്ഗ് പൊട്ടറ്റോ സമൂസ എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ ഒരു മുട്ടയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് സമയമൊന്നും ആകാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.